ഹായ്, ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ ലക്ഷറി വാഹനങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എല്ലാവരും സ്വന്തമായിട്ട് വാഷ് ചെയ്യാറുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പരമാവധി നിങ്ങൾ മുഴുവനായിട്ട് കാണാം. ഓക്കെ, ഒരു ബക്കറ്റ് വെള്ളം, ആ ബക്കറ്റ് വെള്ളം മതി ഒരു 3 വണ്ടി 4 വണ്ടിയൊക്കെ കഴുകാൻ അല്ലേ. ഇങ്ങനെ മുക്കിയിട്ടിട്ട് കഴുകാം. ഇങ്ങനെ മുക്കിയെടുത്ത് ഇങ്ങനെ ഇടും, ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തുടക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ കാരണം നമ്മളെ ഈ ബോഡിമേൽ പൊടി ഉണ്ടാവും, ചെറിയ ചെറിയ പൊടികളുണ്ടാവും. നമ്മൾ ഈ ക്ലോത്തിൻ്റെ മുകളിൽ ഇടുമ്പോൾ ആ പൊടിയും ചിലപ്പോൾ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൂടി നമ്മൾ ഉരക്കുമ്പോൾ പോളിഷ് അങ്ങോട്ട് പോവും, സ്ക്രാച്ച് ആവും. കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ ഈ ബോണറ്റും ഒക്കെ ചെറിയ ചെറിയ ഇങ്ങനെ റൗണ്ട് കാണാം, സ്ക്രാച്ച്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പഴയ വണ്ടികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഗ്ലേസിങ് ഒക്കെ പോയി അതുപോലെ ഉണ്ടാവും, കണ്ടിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പരമാവധി നമ്മ പൈപ്പ് എടുത്ത് വെള്ളമടിച്ചിട്ട് ആദ്യം നമ്മൾ പൊടി കളയണം. വെള്ളമടിച്ച് ഫുള്ള് ആ പൊടി അങ്ങോട്ട് കളയാം. ഓക്കെ, നല്ലോണം പൊടിക്കളഞ്ഞതിന് ശേഷം വെള്ളമായിട്ട് പിന്നെ പലരും സോപ്പ് ഇട്ടിട്ട് കഴുകും. സോപ്പ് എന്ന് വെച്ചാൽ ഷാമ്പു ഇട്ടിട്ട് കഴുകും. ഷാമ്പു ഇടുമ്പോൾ പലരും കണ്ടിട്ടുണ്ട് സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് സോപ്പ് ഇട്ട് ഇങ്ങനെ ഉരക്കും ഇല്ലേ. അത് ചെയ്യരുത്. കാരണം ഈ സ്പോഞ്ചുമ്മൽ ഒരുപാട് പൊടിയും മണ്ണും ഒക്കെ ഉണ്ടാവും, പറ്റിപ്പിടിക്കും. അത് നമ്മൾ ഇങ്ങനെ ഉരക്കുമ്പോൾ സ്ക്രാച്ച് വരാൻ സാധ്യത കൂടുതലാണ്. ഇത് ഉപയോഗിക്കുന്നത് വീല് കഴുകാൻ ഒക്കെയാണ്. വീല്, ടയറ്, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒക്കെ പോളിഷ് ചെയ്യാനാണ് ഈ സ്പോഞ്ച് ഉപയോഗിക്കുന്നത്. അപ്പം ബോഡിയും ഒരിക്കലും ഇത് ടച്ച് ചെയ്യരുത്. ഓക്കെ, നമ്മളെ റബ്ബർ ഇങ്ങനത്താണ്. പരമാവധി ഇങ്ങനത്തെ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മേടിക്കുക, നല്ല ഒരള്ള മേടിക്കാണ്ടിരിക്കുക. അതിങ്ങനെ വെള്ളം തുടച്ചെടുക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളെ വണ്ടിമേലൊക്കെ പക്ഷികളൊക്കെ കാഷ്ടിക്കാറുണ്ട് അല്ലേ. പക്ഷികൾ കാഷ്ടിച്ചത് ഉറച്ചങ്ങടി ഇരിക്കും വെയിലത്ത്. അപ്പം നമ്മൾ ചിലരെന്ത് ചെയ്യും, അത് നല്ല ഉരള്ളതുകൊണ്ട് ഉരച്ചെടുക്കുമ്പോൾ അവിടെ സ്ക്രാച്ച് വരും ഇല്ലേ. പലർക്കും സംഭവിച്ചിട്ടുണ്ടാവും. വണ്ടികളെ ഇങ്ങനെ ഉരച്ചെടുത്തുങ്ങായിട്ട് എന്ന് വെച്ചാൽ അതൊരു കല്ല് പോലെയാണ് അതിൻ്റെ കാഷ്ടം ഉറച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതെന്ത് ചെയ്യുക, വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാം.